അങ്ങേയറ്റം ഏതാണ്ട് ലക്ഷങ്ങൾ മുടക്കിയ ഈ ഒരു വണ്ടിയിൽ സന്തോഷത്തോടെ എന്തായാലും ആരും യാത്ര ചെയ്യില്ല. അനീഷേട്ടാ, നമ്മുടെ ഹരിത ഈവൻസ് ആൻഡ് ആംബുലൻസിന്റെ ഏറ്റവും പുതിയ ലക്ഷൂറിയസ് ഫ്യൂണറൽ വണ്ടിയായ ഹിയേഴ്സസ് ആണല്ലേ? എത്ര രൂപ മുടക്കിയിട്ടുണ്ട് ഇതിനകത്ത്? 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപ മുടക്കിയ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ നമുക്കൊന്ന് കാണാം. ഇതിനകത്ത് നമ്മൾ ഇന്റീരിയർ വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി റിലേറ്റീവ്സിനൊക്കെ 6 പേർക്ക് സീറ്റിംഗ് ഇരിക്കാം. സ്റ്റാൻഡിംഗ് അത്യാവശ്യം നിൽക്കുന്നവർക്ക് ഹാൻഡിലുണ്ട് പിടിച്ച് നിൽക്കാം. ഫ്രീസർ ഇതിൽ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ബോഡി നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനും ഇത് പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത്രയും ലക്ഷറീസ് ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നത്? ഞാൻ ഓൾറെഡി ഈവന്റ് വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അതില് ഫ്യൂണറൽ ഈവന്റ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ആംബുലൻസ് സർവീസും ഫ്യൂണറലും ഉണ്ട്. അപ്പൊ അതിനോടനുബന്ധപ്പെട്ട് ഫ്യൂണറലിന് നല്ല നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രാജകീയ യാത്രയപ്പ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ ഒരു വണ്ടിയുടെ സർവീസ് നമ്മൾ ശരിക്കും ഏത് ഭാഗത്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ എല്ലായിടത്തും എവിടെയാണെങ്കിലും നമ്മൾ സർവീസ് കൊടുക്കാം. ഈ വണ്ടിയുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? പെർമിറ്റ് ചെയ്തൊരു ഹിയേഴ്സ് എന്നൊരു പെർമിറ്റിലാണ് വരുന്നത്. അപ്പൊ വണ്ടി പണിയിച്ചെടുക്കുന്നത് എങ്ങനെ? വണ്ടി പണിയിച്ചെടുക്കുന്നത് ട്രാവലർ ആംബുലൻസ് ആണ് വണ്ടി. അത് നമ്മൾ ഹിയേഴ്സ് എന്നൊരു പെർമിറ്റ് ആക്കിയിട്ട് ഫ്യൂണറലിന് വേണ്ടി മാത്രമാണ് പണിയുന്നത്. ഈ വണ്ടിന് മൊത്തം ഏകദേശം 5ഓളം CCTV ക്യാമറകളും ഉണ്ട്. നമുക്ക് ഇത് എത്രാമത്തെ വണ്ടിയത്? ഇത് 20ാമത്തെ വണ്ടിയാണ്. ഇതില് ഹിയേഴ്സ് ആയിട്ട് ഇതിന് മുമ്പ് ഒരു വണ്ടി ചെയ്തായിരുന്നു. ആ വണ്ടിയിലെ കുറച്ച് പോരായികളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രമോദൻ അറിയാലോ, നമ്മള് തൊടുപുഴ സർവീസ് തുടങ്ങിയിട്ട് 13 വർഷത്തോളമായി. നമുക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ആണ് സർവീസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് വിടുന്നത്. നമ്മൾ അതുപോലെ ഏൽക്കുന്ന വർക്കുകളും വളരെ ഉത്തരവാദിത്തത്തിലും കൃത്യനിഷ്ഠയോടെ ചെയ്യുക എന്നുള്ളൊരു പോളിസിയിലും ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ബ്ലെൻഡ് കർട്ടൺ നോക്കിയാൽ നമുക്ക് പുറത്തുനിന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു കർട്ടനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹരിത ഈവന്റും ആംബുലൻസും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് എത്ര ദൂരത്തു നിന്നാണെങ്കിലും ഏത് സമയത്തും അനീഷേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർവീസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ആവശ്യമുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചോ. അപ്പൊ എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തു.